ഞാനും നീയൊക്കെ ഇവിടെ സപ്ലൈക്ക് പോയി സാധനങ്ങളില്ലാന്ന് കുറേ വാർത്ത ചെയ്തില്ലേ? ഇപ്പം നമ്മുടെ ഭക്ഷ്യമന്ത്രിക്ക് ബോധ്യമായിട്ടുണ്ട്. ഇന്നലെ പരാതി പരസ്യമായി പറഞ്ഞു ബജറ്റിൽ പണമൊന്നും അനുവദിച്ചിട്ടില്ലെന്ന്. പക്ഷെ എന്തെന്നൊക്കെ പറഞ്ഞാലേ ഈ സപ്ലൈക്കോയുടെ അവസ്ഥ ഒരു മോശം അവസ്ഥയിൽ തന്നെയാണ് പോകുന്നത്. മന്ത്രി ഇനി എന്ത് ഇയാളെപ്പോഴും ഇവിടെ തന്നെ സപ്ലൈക്കോയുടെ മുന്നിലാണോ? വാർത്ത വല്ലതും ഉണ്ടോ? ഇയാൾ ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. നിങ്ങൾ കാരണമാണ് ഞാൻ വരാത്തത്. എന്നും സപ്ലൈക്കോ ദാരിദ്ര്യമാണ് ഒന്നുമില്ലാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വാർത്തയും പിന്നെ ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. ഇന്നലെ ബജറ്റ് കണ്ടില്ലേ? ബജറ്റ് ഉണ്ടോ? അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. ബജറ്റിൽ പ്രത്യേകിച്ച് സപ്ലൈക്കോയ്ക്ക് ഒരു ആനുകൂല്യം ഇല്ലല്ലോ. ദാരിദ്ര്യം ഉണ്ടായിരുന്നെങ്കിൽ മന്ത്രി എന്തെങ്കിലും കൊടുത്തേനെ. ഞാൻ വിചാരിക്കുന്ന സപ്ലൈക്കോയിൽ സാധനമൊക്കെ ഉണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയ വാർത്തകളാണ്. ഇയാൾ വാങ്ങിച്ചെന്ന് സാധനം ഞാൻ പോയി നോക്കിട്ട് എന്താ വാങ്ങിക്കാനാ പോകുന്നത്? കുറച്ച് സാധനങ്ങളുണ്ട്, എന്തോ സബ്സിഡി ഐറ്റംസ് ഒക്കെ ഇല്ലേ? 13. ഞങ്ങളോട് വരാം, നേരിട്ടൊന്ന് കാണാമല്ലോ. ഇവിടെയാണ് സബ്സിഡി സാധനങ്ങളുള്ളത് കേട്ടോ. ഇവിടെ 13 സബ്സിഡി സാധനങ്ങൾ. ഏതൊക്കെ ഐറ്റം എന്ന് ഞാൻ പറയാം. എന്തൊക്കെ വാങ്ങിക്കണം? 13 സബ്സിഡി സാധനങ്ങൾ വാങ്ങിക്കണം. ചെറുപയർ സബ്സിഡി സാധനം എടുത്തോ. ഇഷ്ടം പോലെ ചെറുപയർ, ആവശ്യം പോലെ. സബ്സിഡി സാധനം 1. ഉഴുന്ന് ഇത് സബ്സിഡി അല്ല കേട്ടോ, നോൺ സബ്സിഡി. നോക്കൂ, ഇതിന് സബ്സിഡി കിട്ടില്ല. അവിടെ വെച്ചേക്ക്. അടുത്തത് കടല ഇവിടെയാണ് ഇരുന്നത്. അപ്പം തോരയില്ല, പരിപ്പില്ല. ഇനി മുളക് ഇപ്പൊ നേരത്തെ എടുത്തില്ലേ സാറ്? നേരത്തെ എടുത്ത മുളക് സബ്സിഡി മുളകല്ല. മല്ലി ഉണ്ടോ? പഞ്ചസാര ഉണ്ടോ? പഞ്ചസാര കാണാനേ ഇല്ല. വെളിച്ചെണ്ണ ഉണ്ടോ? വെളിച്ചെണ്ണ പോയിട്ട് പാമോയിൽ പോലും കാണാനില്ല. എത്രണ്ണം കിട്ടി? 13 എണ്ണത്തിൽ. ഹരി പ്രശാന്തേ, ചെറുപയർ കിട്ടി, മഹാഭാഗ്യം. അരി ഉണ്ടോ നോക്കിട്ട്? ഹരി കൂടി വരാം. ചേച്ചി അരി ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ജയ, കുറുവ, മട്ട ഒന്നുമില്ല അല്ലേ? അരിക്ക് സബ്സിഡി ഉള്ളതാണോ? അരിക്ക് സബ്സിഡി ഉണ്ട്. 24 രൂപ 25 രൂപ നിരക്കിലാണ് 1 കിലോ അരി കിട്ടുന്നത്. അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ, എനിക്ക് പയറായിട്ട് സാധനം വേണ്ട. ഞാനേ ഏതെങ്കിലും കൊള്ളാവുന്ന സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ബാക്കി മൊത്തം സാധനം അവിടെ വാങ്ങിക്കാം. എന്നാലും ഇച്ചിരി കാശ് പോയാലും അല്ല. ഇതിൻ്റെ ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം 10 കോടി രൂപ കൊടുത്തപ്പോൾ എന്താ ധരിച്ചത്? ഔട്ട്ലെറ്റുകൾ നവീകരിക്കാൻ വേണ്ടിയാണ്. നവീകരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? നവീകരിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഈ സബ്സിഡി സാധനങ്ങളാണല്ലോ സപ്ലൈകോയുടെ ഒരു ഹൈലൈറ്റ്. ചെറുപയർ മാത്രം വെച്ചിട്ട് എന്ത് സബ്സിഡി ഐറ്റം വയ്ക്കാൻ? അതായത് നവീകരിക്കാനല്ല, ഇവിടെ സാധനങ്ങൾ വാങ്ങി വയ്ക്കാനാണ് കാശ് കിട്ടേണ്ടത്. ഈ നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ അതെല്ലാം മാധ്യമ സൃഷ്ടിന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ ബജറ്റിൽ കുറച്ച് പൈസ കിട്ടുകയുള്ളൂ എന്ന് പരാതി പറയും. എന്തായാലും ഇപ്പോൾ മാധ്യമ സൃഷ്ടി അല്ലെന്ന് ഭക്ഷ്യമന്ത്രിക്ക് ബോധ്യമായിട്ടുണ്ട്. പക്ഷെ ധനമന്ത്രിക്ക് ഇപ്പോഴും ബോധ്യമായിട്ടില്ല. പോക്കാണെങ്കിൽ താമസിക്കാതെ ഷട്ടർ ഇടേണ്ടി വരും. ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് എന്താണ്? ഇത് മാധ്യമ സൃഷ്ടിയാണ്. കണ്ടപ്പോൾ മനസ്സിലായല്ല? ഒരിക്കലല്ല, ഇതൊരു മാധ്യമ സൃഷ്ടിയല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ഇത് മാധ്യമ സൃഷ്ടിയല്ല.